പേടിക്കണ്ട, വീണ്ടും യക്ഷിക്കഥയാണ്. അപ്പോൾ കഥയാണ് ആ രീതിയിൽ കാണുക. യക്ഷിയുടെയും ഈ അപസർപ്പക കഥകളുടെയും ഭൂമിയാണ് കേരളം എന്ന് നമുക്ക് പൊതുവിൽ പറയാം. അതെ, എന്നാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്ത നടുവിൽ ഒരു ക്യാമ്പസിനുള്ളിൽ നിഗൂഢതകൾ നിറഞ്ഞൊരു കുളമുണ്ട്. കാലങ്ങളായി ആ കുളത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അതെ, അവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾ വെല്ലുവിളിച്ച് തിരുത്തിയിട്ടും ഹൈമാവതിയും കുളവും ഇപ്പോഴും ഒരു ദുരൂഹ കഥയായി മാറുന്നു എന്നാണ് പറയുന്നത്. നോക്കാം എന്താണ്. ഹൈമാവതി ജീവിച്ചിരുന്ന ആളാണോ എന്നറിയില്ല. പക്ഷേ ഹൈമാവതിയെക്കുറിച്ചുള്ള കഥകൾ പല തലമുറകളിൽ ജീവിക്കുന്നു. അക്വേഷ്യ കാടിനുള്ളിൽ വീശിയടിച്ച കാറ്റ് ഹൈമാവതിയുടെ സാന്നിധ്യമായി ചിലരെങ്കിലും വിശ്വസിച്ചു. കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിൽ ദുരൂഹതകളുടെ നിഴൽ വിരിച്ച കഥ ഇങ്ങനെ. ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഹൈമാവതി. ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അതിസുന്ദരി. പഠനകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായി പ്രണയത്തിലായി. പ്രണയം വീട്ടിലറിഞ്ഞു. വീട്ടുകാർ എതിർത്തു. ഹൈമാവതി പ്രണയത്തിൽ ഉറച്ചുനിന്നു. വാശികേറിയ വീട്ടുകാർ കാമുകനെ തല്ലിക്കൊന്നു. വിഷമം സഹിക്കാതെ ഹൈമാവതി കുളത്തിൽ ചാടി മരിച്ചു. ഹൈമാവതി ചാടി മരിച്ചെന്ന വിശ്വാസത്തിൽ കുളത്തിന്റെ പേര് ഹൈമാവതി കുളമെന്നായി. പിന്നീട് പല പല യക്ഷിക്കഥകൾ പിറന്നു. വിശ്വസിപ്പിക്കാൻ പലവിധ അപസർപ്പക കഥകളും. രാത്രിയിൽ ഹൈമാവതി ഇറങ്ങും. കാമുകനെ തേടി കാട്ടിലൂടെ നടക്കും. അതിന്റെ ലക്ഷണമാണ് കുളത്തിന് ചുറ്റും ശക്തമായി വീശുന്ന കാറ്റ്. കുളത്തിനടുത്തെത്തിയാൽ പലവിധ ശബ്ദം കേൾക്കാം. നിലാവുള്ള ദിവസങ്ങളിൽ കുളത്തിന്റെ അടിത്തട്ടിൽ ഹൈമാവതിയുടെ രൂപം തെളിയും. അങ്ങനെ തലമുറകൾ കൈമാറിയ കഥയെ ശാസ്ത്രബോധമുള്ള ഒരു തലമുറ തിരുത്തി. കുളം നവീകരിച്ച് ചുറ്റും ഔഷധച്ചെടികൾ വെച്ചു. പക്ഷേ വീണ്ടും പഴയപടിയായി. ഇവിടെ എത്തുന്ന കുറച്ചുപേരുടെയെങ്കിലും മനസ്സിൽ ഹൈമാവതി ഉണ്ടാകാം. പറഞ്ഞുകേട്ട കഥകളിലൂടെ ചില കണ്ണുകളിലെങ്കിലും ഹൈമാവതിയെ കാണാം. 24 തിരുവനന്തപുരം. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഷഫീദ് റാവുത്തർ ചെയ്ത ഹൈമാവതിയുടെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. കഥകൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അത്തരം കഥകൾ കൂടി ഗുഡ് നൈറ്റ് ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കും.